അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് കെ ഫ്രീക്വൻറ്റ് എലമെൻറ്റ്സ് എന്നുള്ള പ്രോബ്ലമാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ആൻ ഇൻറ്റീജർ array nums and an integer k return the k most frequent elements within the array. അതായത് നമുക്കൊരു അറേ തന്നിട്ടുണ്ടാവും. ഈ ഒരു അറേയിൽ നമുക്ക് ഇങ്ങനെ ഒരു അറേ തന്നിട്ടുണ്ടാവും. ഇത് നംസ്, ഈ ഒരു നംസ് എന്നുള്ള അറേ നമ്മൾ തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പർ തന്നിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, മോസ്റ്റ് ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യുന്ന എലമെൻറ്റ്സ്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 3ഉം 2ഉം 1ഉം ഇതൊക്കെ കുറേ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 3 നമ്മൾ എന്ത് നോക്കുമ്പോൾ 3 നോക്കുമ്പോൾ 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, 2 2 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ഉം 2ഉം ആണ് എന്ത് മോസ്റ്റ് അപ്പിയറിങ് നമ്പേഴ്സ്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ K1 ആയിരുന്നു എന്ന് വിചാരിച്ചോ. K1 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3 സെലക്ട് ചെയ്യും. കാരണം 3 ആണ് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യണത്. അതായത് വെച്ചാൽ K2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യണത് ഈ 2 നമ്പേഴ്സ്. അപ്പോൾ ഈ 2 നമ്പേഴ്സ് എടുക്കും. അതായത് ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യുന്ന നമ്പേഴ്സ് നമ്മൾ നോക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഇങ്ങനെ ഉണ്ടായിരുന്നു വിചാരിച്ചു, 3 3 3 3 3 3 എന്നിട്ട് കുറേ 3 ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അത്രയും പ്രാവശ്യം 3 അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ K=1 ആണെങ്കിൽ 3 ആണ് എടുക്കുക. അപ്പോൾ കാരണം 3 ആണ് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യുന്ന നമ്പർ. K=2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 എടുക്കണം. അതേപോലെ തന്നെ പിന്നെ സെക്കൻഡ് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തതാണ് 2. അപ്പോൾ 2 എടുക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യുന്ന നമ്പർ എടുക്കും, പിന്നെ അതിന് താഴെയുള്ള നമ്പർ എടുക്കും, പിന്നെ അതിൻ്റെ താഴെ നമ്പറിന് അത് നമുക്ക് എടുക്കാം. K3 ആയിരുന്നെങ്കിൽ, അതായത് K എത്ര ഉണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, മോസ്റ്റ് ഫ്രീക്വൻറ്റ് നമ്പേഴ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു അപ്രോച്ച് നോക്കാം. ഫസ്റ്റത്തെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ടിംഗ് ആണ്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എല്ലാത്തിലും ഈ ഒരു സ്റ്റെപ്പ് കോമണാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് 1 2 2 3 3 3 3 4 3 ഉണ്ട്, 2 2 ഉണ്ട്, ഒരു 1 ഉണ്ട്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇതാണ് 3ഉം അതുപോലെ 2ഉം. നമുക്ക് K=2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 1 1 2 2 പ്രാവശ്യം, 3 4 പ്രാവശ്യം. ഇതിൻ്റെ നമ്പർ, ഈ 1 എന്ന് പറഞ്ഞാൽ നമ്പർ, ഇത് അതിൻ്റെ ഫ്രീക്വൻസി. ഇത് നമ്പർ, ഇത് ഫ്രീക്വൻസി, ഈ സൈഡിലുള്ളത് ഫ്രീക്വൻസി. ഓക്കെ, ഇത് ഫ്രീക്വൻസി, ഇത് നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ സാധനങ്ങൾ നമ്മളിങ്ങനെ ഇത് മൊത്തം ട്രാവേഴ്സ് ചെയ്തിട്ട് ഓരോ നമ്പർ എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഹാഷ് മാപ്പ് ഉണ്ടാക്കുക. അതായത് ഓരോ നമ്പർ എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഹാഷ് മാപ്പ് ഉണ്ടാക്കുക. 1 ഒരു പ്രാവശ്യം, 2 2 പ്രാവശ്യം, 3 4 പ്രാവശ്യം, അങ്ങനെ മൊത്തം ട്രാവേഴ്സ് ചെയ്തിട്ട് അതിനൊരു ഹാഷ് മാപ്പ് ഉണ്ടാക്കുക. ഹാഷ് മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഷ് മാപ്പിനെ നമ്മളൊരു അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അറേ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, ഓരോ എലമെൻറ്റും ഇതിൽ ലിസ്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്പറും അതേപോലെ തന്നെ ഫ്രീക്വൻസിയും അല്ലേ, ഈ ഒരു സംഭവം നമ്മൾ തിരിച്ചിടുക. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുക പറഞ്ഞാൽ ഫ്രീക്വൻസി ആദ്യം പിന്നെ നമ്പർ, ആ രീതിയിൽ എന്ത് ചെയ്യുക, ഇവിടെ സോർട്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു അറയിൽ കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു അറേ നമ്മൾ സോർട്ട് ചെയ്യുക. ഈ അറേ നമ്മൾ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സോർട്ട് പോലെയൊക്കെ എടുക്കണത് 1 2 4 എന്ന്, അതുകൊണ്ട് അതേപോലെ തന്നെ വന്നത്. അപ്പോൾ 1 2 4 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സോർട്ടഡ് ഫാഷനിൽ അത് വരും, അല്ലെങ്കിൽ ഈ സോർട്ടഡ് മാനറിൽ അത് വരും. അപ്പോൾ ഈ ഒരു 4 2 1 ഈ ഒരു രീതിയിൽ ഇത് വന്ന്, അപ്പോൾ 4 2 1 എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി. 4 ഫ്രീക്വൻസി, 2 ഫ്രീക്വൻസി, 1 ഫ്രീക്വൻസി. 1 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രാവശ്യം അപ്പിയർ ചെയ്ത്, 2 2 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുണ്ട്, 3 4 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുണ്ട്. അതാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് സോർട്ട് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്ത് ഏറ്റവും ചെറിയ എലമെൻറ്റ് മുകളിലും ഏറ്റവും വലിയ എലമെൻറ്റും താഴെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K=2 ആവണ വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സോർട്ട് ചെയ്ത് അറിയണ്ടല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, K2 ആവണ വരെ ഈ ഇതിലത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള 2 എലമെൻറ്റ്സ് നമ്മൾ എടുക്കും. K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് 2 എലമെൻറ്റ്സ്, മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഫ്രീക്വൻ്റ്ലി ഈ ഒരു അറയിൽ വന്നിട്ടുള്ള 2 എലമെൻറ്റ്സ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ 3ഉം 2ഉം നമ്മൾ എടുക്കും. അപ്പോൾ 3ഉം 2ഉം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത് സോർട്ടഡ് ആണ്, അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഈ 4 അല്ല നമ്മൾ എടുക്കേണ്ടത്, 3 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് പോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പോപ്പ് ചെയ്യുമ്പോൾ 1 നമ്മൾ കൊടുക്കും. കാരണം ഇത് 0th, ഇത് 1 ഫസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു നമ്പറാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഫ്രീക്വൻസി അല്ല വേണ്ടത്, നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഏറ്റവും മോസ്റ്റ് ഫ്രീക്വൻറ്റ് നമ്പറാണ് നമുക്ക് വേണ്ടത്, ഫ്രീക്വൻസി കൗണ്ട് അല്ല. അപ്പോൾ നമ്പർ നമ്മൾ എന്ത് ചെയ്യും,
ഈ റിസൾട്ട് എന്നുള്ള നമ്മൾ അറയിലേക്ക് എടുക്കും, ലിസ്റ്റിലേക്ക് എടുക്കും. എന്നിട്ട് ആ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഒരു ടൈം കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് O ഓഫ് എൻ ലോഗൻ വരെ. ലോഗൻ എന്ന് പറഞ്ഞാൽ സോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ലോഗൻ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മൊത്തം ട്രാവേഴ്സ് ചെയ്യണം, അപ്പോൾ അതിനുള്ള എൻ. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ എൻ വരെ, കാരണം നമ്മളൊരു എക്സ്ട്രാ ഒരു അറേ എടുക്കുന്നുണ്ട്, ലിസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ ആണ് ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി വരിക. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതാണ് എൻ. ഇനി രണ്ടാമത്തെ മെത്തേഡിൽ പോവുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മിൻ ഹീപ്പ് യൂസ് ചെയ്തിട്ടാണ്. ആദ്യം നമുക്ക് ഹീപ്പ് എന്താണെന്ന് നോക്കാം. ഹീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ എത്ര എലമെൻറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഹീപ്പിലേക്ക് നമ്മൾ എത്ര എലമെൻറ്റ്സ്, ഇപ്പോൾ 2 3 4 5 6 എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ എലമെൻറ്റ്സ് ഇവിടെ മുകളിൽ വന്ന് എടുക്കും. ചെറിയ എലമെൻറ്റ്സ് എന്ത് ചെയ്യും, മുകളിൽ വന്ന് എടുക്കും. ഇപ്പോൾ 2 3 ഇപ്പോൾ 4 ചെറിയ എലമെൻറ്റ്സ് എപ്പോഴും മുകളിൽ വന്ന് എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ ചെറിയ എലമെൻറ്റ്സ് പുറത്ത് പോകും. നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ ചെറിയ എലമെൻറ്റ്സ് മുകളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് അത് പുറത്തേക്ക് പോകും. അതാണ് ഹീപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ചെറിയ എലമെൻറ്റ്സ് എപ്പോൾ നമ്മളൊരു എലമെൻറ്റ് ആഡ് ചെയ്തില്ല, ഇപ്പോൾ ഇതിൽ 3 എന്ന് വിചാരിച്ചോ, നമ്മൾ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇവിടെ അല്ല പോവുക, 2 ഇതിന് മുകളിലാണ് പോവുക. പിന്നെ അടുത്ത പ്രാവശ്യം ഇത് പോപ്പ് ചെയ്യുമ്പോൾ 2 പുറത്ത് പോവുക. അപ്പോൾ അതുപോലെ ഏറ്റവും ചെറിയ എലമെൻറ്റ്സ് മുകളിൽ വന്ന് എടുക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണ് ഹീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. മിൻ ഹീപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. മിനിമം ഹീപ്പ്, അതായത് ഏറ്റവും മിനിമം വാല്യൂസ് മുകളിൽ വന്ന് എടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 1 2 3 3 3 3 3 നമ്മൾ സെയിം അറേ തന്നെയാണ്. അത് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ എന്ത് ചെയ്യും, ആദ്യം ഇത് മൊത്തം കൗണ്ട് ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോന്ന് കൗണ്ട് ചെയ്യും. 1 എത്ര പ്രാവശ്യമുണ്ട് 1, 2 എത്ര പ്രാവശ്യമുണ്ട് 2, 3 എത്ര പ്രാവശ്യമുണ്ട് 4. അങ്ങനെ ഇതിൻ്റെ നമ്പറും ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. എന്നിട്ട് നമുക്കൊരു കൗണ്ട് എന്നുള്ള ഈ ഒരു സംഭവം കിട്ടി. ഈ ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഈ ഒരു ഹാഷ് മാപ്പ് നമുക്ക് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഹാഷ് മാപ്പ് ഇപ്പോൾ ഇതിലിതാ നമ്പറും ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഹാഷ് മാപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഹീപ്പ് മെമ്മറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യാന്നുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ എലമെൻറ്റ്സിന് നമുക്ക് ഫ്രീക്വൻസി ഈ ഒരു ഹീപ്പിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ 1 1 ആഡ് ചെയ്യും. 1 ആദ്യം 1 1 ആഡ് ചെയ്യും. 1 1 ഇതൊരു ടപ്പിളായിട്ട് ആഡ് ചെയ്യുന്നുണ്ടാവുക. ഇതൊരു ടപ്പിളായിട്ട് ആഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇതിൽ ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീക്വൻസിയാണ്, ഇത് നമ്പറാണ്. അതായത് ഇതെപ്പോഴും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വാപ്പ് ചെയ്തിട്ടാവും കൊടുക്കുക. മൂന്നെണ്ണത്തിലും ഈ 3 സൊല്യൂഷൻസിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വാപ്പ് ചെയ്യും. അപ്പോൾ കാരണം അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി അനുസരിച്ച് സാധനങ്ങൾ കിട്ടുള്ളൂ, നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് ഇവിടെയും അതേപോലെ നമ്പർ ഇവിടെ ഉണ്ട്. അത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് 2 നമ്മൾ 2ന് നമ്മൾ കൊടുക്കും. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഹീപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു വാല്യൂ മുകളിൽ വന്ന് എടുക്കും. ഹീപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ മുകളിൽ വന്ന് എടുക്കും. അപ്പോൾ ഈ ഒരു വാല്യൂ മുകളിലും ഈ ഒരു വാല്യൂ അടിയിലും വന്നിട്ട് കൊടുക്കും. അതായത് ഏറ്റവും ചെറുത് മുകളിലും വലുത് അടിയിലും വന്നിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 3 4 നമ്മൾ ആഡ് ചെയ്ത് വിചാരിച്ചോ. 3 4 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു കെ, അതായത് നമുക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കെ എലമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ കേനെക്കാട്ടിയും ഈ 3 ആഡ് ചെയ്തത് കേനെക്കാട്ടിയും മുകളിൽ വരും അല്ലേ, മുകളിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇതിനെ നമ്മൾ കളയും. ഏറ്റവും എന്താണ് മുകളിലുള്ള ഒരു എലമെൻറ്റ് നമ്മൾ കളഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ 3 4 ആഡ് ചെയ്യും. 3 4 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇത് അടിയിലാവും വരിക, കാരണം ചെറിയ എലമെൻറ്റ് അടിയിലാവും വരിക. അപ്പോൾ ഇനി ഈ ഒരു ഹീപ്പിൽ നിന്ന് ഈ ഹീപ്പ് ഇങ്ങനെ നമുക്ക് എടുക്കണ്ടാവുക 2 2 അതേപോലെ 4 3 ഇങ്ങനെ നമുക്ക് എടുക്കണ്ടാവും. എന്നിട്ട് ഈ ഒരു ഹീപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഹീപ്പിൽ നിന്ന് 2ഉം 3ഉം എടുക്കും. 2ഉം 3ഉം അതായത് ഈ ഹീപ്പിലുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ റിസൾട്ടിലേക്ക് ഇടും. എല്ലാ എലമെൻറ്റ്സ് പറഞ്ഞാൽ ഈ എലമെൻറ്റ്സിൻ്റെ രണ്ടാമത്തെ ഇത് 0 എടുത്തു കഴിഞ്ഞാൽ 2ഉം 4ഉം വരിക. നേരെ മറിച്ച് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റത്തെ ആവും. ഫസ്റ്റത്തത് നമ്മൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2ഉം 3ഉം കിട്ടും. അപ്പോൾ അങ്ങനെ 2ഉം 3ഉം നമ്മൾ എന്ത് ചെയ്യും, റിസൾട്ടിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇതാണ് മിൻ ഹീപ്പ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇതിൽ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് പറഞ്ഞാൽ n log k ആണ്. കാരണം ഇത് അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോഗ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീപ്പിലേക്ക് ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. കാരണം ഹീപ്പിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇതനുസരിച്ച് സോർട്ട് ചെയ്യണം, എന്ത് നമ്മുടെ മിനിമം വാല്യൂ അനുസരിച്ച് സോർട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലോഗ് കെ ടൈംസ് എടുക്കുക. പിന്നെ നമുക്ക് ഈ മൊത്തത്തിൽ ട്രാവേഴ്സ് ചെയ്യാൻ മൊത്തത്തിൽ ബാക്കിയുള്ള കാര്യം ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ n log k ആവും ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരിക. സ്പേസ് കോംപ്ലക്സിറ്റി n + k ആവും. കാരണം നമ്മൾ കെ ഇത് വരുന്നൊരു ഹീപ്പ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ n ഇത് വരുന്നൊരു കൗണ്ട് എടുക്കുന്നുണ്ട്. ഈ കൗണ്ട് ഏറ്റവും വേസ്റ്റ് കേസിൽ നമ്മൾ n ആവും വരിക, അതേപോലെ തന്നെ ഏറ്റവും വേസ്റ്റ് കേസിൽ ഈ ഒരു ഹീപ്പ് k ആവും വരിക. അപ്പം അങ്ങനെ മൊത്തത്തിൽ n + k ആവും ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി വരിക.
അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിൾ സോർട്ട് എന്നുള്ള മെത്തേഡാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള മെത്തേഡ്. ഇത് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഈ നമ്പേഴ്സൊക്കെ കൂടിയിട്ട് ഇതാത്ത നമ്പേഴ്സ്, ഈ നമ്പേഴ്സൊക്കെ കൂടിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും, എത്ര വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യും. ആ കൗണ്ടിൻ്റെ ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഒരു ഹാഷ് മാപ്പ് നമ്മൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മുന്നിൽ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഇതിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് എത്ര പോയി കഴിഞ്ഞാൽ മാക്സിമം എത്ര ഫ്രീക്വൻസി വരെ പോവത്, അതായത് ഏത് നമ്പറാണെങ്കിലും എത്ര ഫ്രീക്വൻസി വരെ പോവുള്ളൂ, ഇതിൻ്റെ മാക്സിമം ലെങ്ത് വരെ പോവുള്ളൂ. അതായത് ഈ ഒരു അറയിൽ ഇപ്പോൾ 1 2 3 4 5 6 7 എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും 7 എലമെൻറ്റ്സ് ആണ് ഇതിൽ മാക്സിമം ഫ്രീക്വൻസി വരെ 7 ആവും. കാരണം ഇപ്പോൾ അതിലിപ്പോൾ എക്സാമ്പിൾ ഒരു 1 1 1 1 1 1 1 അത് 1 ആയിരുന്നു വിചാരിച്ചോ, അപ്പോൾ 1ൻ്റെ ഫ്രീക്വൻസി ഇത്ര 7, അത്ര മാക്സിമം പോവുള്ളൂ. അതിന് മുകളിൽ 1ന് ഒരിക്കലും ഇപ്പോൾ ഈ ഒരു അറയുടെ സൈസ് 7 ആയിരിക്കെ ഒരിക്കലും 1ന് എന്ത് വരില്ല, 8 എന്നുള്ളൊരു വാല്യൂ അതിൻ്റെ സൈസായിട്ട് വരില്ല, അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് വരില്ല. കാരണം 1ന് ഇപ്പോൾ 7 സൈസിലൊരു അറയിൽ 1ന് 7 ടൈംസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. 8 ടൈംസ് അതിനെ അപ്പിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഏത് നമ്പറിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ടൈംസ് ആണ്. അപ്പോൾ അത് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 7 ബക്കറ്റ്സ് ഉണ്ടാക്കും. ഇതുപോലെ 7 ബക്കറ്റ്സ് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് ഈ 7 ബക്കറ്റ്സ് ഓരോന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ അറയാണ്, 7 ബക്കറ്റ്സ് എന്ന് പറയുമ്പോഴും ഒരു 7 അറയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ഓരോ ഇൻഡിവിജ്വൽ ലിസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബക്കറ്റായി കൺസിഡർ ചെയ്യാം. ഇത് 0ൻ്റെ ബക്കറ്റ്, ഇത് 1ൻ്റെ ബക്കറ്റ്, 2ൻ്റെ ബക്കറ്റ്, 3ൻ്റെ ബക്കറ്റ്, 7ൻ്റെ ബക്കറ്റ്. 0 പിന്നെ ഒരു നമ്പർ 0 ആയിട്ട് അപ്പിയർ ചെയ്യില്ല, 0 ടൈംസ് അപ്പിയർ ചെയ്യില്ലല്ലോ, 0 ടൈംസ് ആണ് അപ്പിയർ ചെയ്യണില്ല നമ്മൾ കണക്കാക്കുക. ജസ്റ്റ് 0 ഇതിലില്ല, 1 2 3 7 1 2 3 4 5 6 7 എന്ന് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ നമ്പേഴ്സ് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നോക്കുക, ഇത് എങ്ങനെ നടക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 1 2 2 3 3 3 3, ഇപ്പോൾ ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ ഇതിൻ്റെ കൗണ്ട് എടുക്കും. അതായത് ഓരോ നമ്പേഴ്സ് എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്യണം എന്നുള്ളതിൻ്റെ കൗണ്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ നോക്കും ഈ ഒരു 4, അതായത് 4 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്ന നമ്പർ ഏതാണ് നമ്മൾ നോക്കും. 4 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്ന നമ്പർ ഏതാണ് നോക്കുമ്പോൾ എന്താണ്, 3. നമ്മളിവിടെ 3 കൊടുക്കും, ഇവിടെ 3 കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കും 2 ടൈംസ് അപ്പിയർ ചെയ്ത നമ്പർ ഏതാണ്, 2, ഇപ്പോൾ 2 കൊടുക്കും. 1 ടൈംസ് അപ്പിയർ ചെയ്ത നമ്പർ എത്രയാണ്, 1, ഇപ്പോൾ 1 കൊടുക്കും. ഇപ്പോൾ നമ്മൾ നോക്ക് ഇപ്പോൾ നമുക്ക് ഇതിൽ ബാക്കിയുള്ളതൊക്കെ എംപ്റ്റി ആണ്. പക്ഷേ ഈ 1ഉം 2ഉം 4ഉം ഈ 3 സ്ഥലത്ത് നമുക്ക് എന്ത് കിട്ടി, അതായത് 4 ടൈംസ് അപ്പിയർ ചെയ്ത നമ്പർ 3 എന്നും കിട്ടി, 2 ടൈംസ് അപ്പിയർ ചെയ്ത നമ്പർ 2 എന്നും കിട്ടി, 1 ടൈം അപ്പിയർ ചെയ്ത നമ്പർ 1 എന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി നമുക്ക് റിസൾട്ടിലേക്ക് ഇതെടുത്ത് ആഡ് ചെയ്താൽ മതി. അതായത് റിസൾട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് k എലമെൻറ്റ്സ് ആണ് വേണ്ടത്. നമുക്ക് ഏറ്റവും ടോപ്പ് ചിലപ്പോൾ ഫസ്റ്റ് ഒരു ടൈം അപ്പിയർ ചെയ്ത നമ്പർ 1, 2 ടൈം അപ്പിയർ ചെയ്ത നമ്പർ 2, 3 ടൈം അപ്പിയർ ചെയ്ത നമ്പർ 4 ടൈം അപ്പിയർ ചെയ്ത നമ്പർ 3. അപ്പം അങ്ങനെ ഇതിൽ എടുക്കുന്നത്. ബാക്കിയുള്ള 5 ടൈം അപ്പിയർ ചെയ്ത നമ്പറും 6 ടൈം അപ്പിയർ ചെയ്ത നമ്പറും ഇതിലില്ല. അപ്പം നമുക്ക് ആ സംഭവം കിട്ടി. അപ്പം ഇനി നമ്മൾ റിസൾട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവേഴ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവേഴ്സ് ചെയ്യും. അപ്പോൾ k = 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2 നമ്പറാണ് നമുക്ക് മാക്സിമം വേണ്ടത്. അത് k = 2 ആവണ വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്പേഴ്സ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പം k = 3 ആയിരുന്നെങ്കിൽ നമുക്ക് 3 നമ്പറാണ് വേണ്ടത്. പക്ഷേ ഇവിടെ k = 2 ആണ്. അപ്പോൾ നമുക്ക് 2 നമ്പറാണ് വേണ്ടത്. നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യണത്. ഇപ്പോൾ 7 ടൈംസ് അപ്പിയർ ചെയ്ത നമ്പർ ഉണ്ടോ, ഇല്ല. 6 ടൈംസ് അപ്പിയർ ചെയ്ത നമ്പർ ഉണ്ടോ, ഇല്ല. 5 പ്രാവശ്യം അപ്പിയർ ചെയ്ത നമ്പർ ഉണ്ടോ, ഇല്ല. 4 പ്രാവശ്യം അപ്പിയർ ചെയ്ത നമ്പർ ഉണ്ട്, 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 എടുക്കും. ഇപ്പോൾ ഒരു നമ്പർ കിട്ടി, 3 കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കും 3 ടൈംസ് അപ്പിയർ ചെയ്ത നമ്പർ ഉണ്ടോ, ഇല്ല. 2 ടൈംസ് അപ്പിയർ ചെയ്ത നമ്പർ ഉണ്ടോ, ഉണ്ട്, 2. അപ്പോൾ നമ്മൾ 2 എടുത്തപ്പോൾ എന്തായി, 2 എടുത്തപ്പോൾ ഈ ഒരു 2 നമ്പേഴ്സായി. നമുക്ക് അതായത് k = 2 എന്നുള്ള ആ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്പർ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. നമുക്ക് നമ്പേഴ്സ് കിട്ടി 3ഉം അതേപോലെ തന്നെ 2ആണ് നമ്മൾ നമ്പേഴ്സ്, എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. ഇത്രേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ഒരു ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും നമ്മൾ നോക്കുമ്പോൾ ഇത്രയും നമ്മൾ കണ്ടതിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. കാരണം എന്നേ ഉള്ളൂ. സ്പേസ് കോംപ്ലക്സിറ്റി ടൈം കോംപ്ലക്സിറ്റി നമ്മൾ നോക്കുമ്പോൾ എന്നേ ഉള്ളൂ. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഇത് മൊത്തം ട്രാവേഴ്സ് ചെക്ക് ചെയ്യാൻ n, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ഏറെ ഉണ്ടാക്കണം, അതിലേക്ക് ഇതാക്കാനും n, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ടിലേക്ക് ആഡ് ചെയ്യാനും മാക്സിമം പോയി കഴിഞ്ഞാൽ n. അപ്പോൾ എന്നേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ k നമുക്ക് കൊടുക്കാം, k. അപ്പോൾ എങ്ങനെ പോയാലും മാക്സിമം വരുന്നതെന്ന് പറഞ്ഞാൽ എന്നേ ഉള്ളൂ. അപ്പോൾ എന്നാണ് ഇതിൻ്റെ
ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി അറ്റ് വേഴ്സ് കണ്ടീഷനിൽ ഇപ്പോൾ എന്താണ് പറയുക, സ്പേസ് ഇപ്പോൾ എക്സ്ട്രാ നമ്മൾ സ്പേസ് എടുക്കുകയാണെങ്കിൽ പോലും ഇത് 7 വരികയാണെങ്കിൽ മാക്സിമം എന്നെ വരുള്ളൂ, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നെ വരുള്ളൂ. അപ്പോഴും സ്പേസ് കോംപ്ലക്സിറ്റി എന്നാണ് ബിഗ് ഓഫ് എൻ. നമ്മൾ ഇത്രയും സൊല്യൂഷൻസ് നോക്കിയാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ ബക്കറ്റ് സോർട്ട് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സൊല്യൂഷനാണ്. നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. നമുക്ക് കോഡ് ജസ്റ്റ് ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ C++, ജാവ അതിൻ്റെ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ ഒരു ഡിക്ഷണറി ഈ ഒരു സ്റ്റെപ്പ് എല്ലാത്തിനും കോമൺ ആണ്. ആദ്യം നമ്മൾ ഡിക്ഷണറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഹാഷ് മാപ്പ്, മറ്റേതിൽ പറയുന്ന ഹാഷ് മാപ്പ്, C++ലൊക്കെ ഹാഷ് മാപ്പ് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്രീക്വൻസി, ഇപ്പോൾ നമ്മൾ നേരത്തെ ബക്കറ്റിൻ്റെ സംഭവം പറഞ്ഞില്ല, ആ ബക്കറ്റിൻ്റെ ആ ഒരു സംഭവമാണ് ഇത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫ്രീക്വൻസി ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ ബക്കറ്റ്സ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ബക്കറ്റ്സിൻ്റെ കൺസെപ്റ്റ് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസിയാണ്. വേണമെങ്കിൽ എന്ത് പേര് കൊടുക്കും, ബക്കറ്റിന് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അവിടെ ഫ്രീക്വൻസി എന്ന് കൊടുത്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്രീക്വൻസി ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 6 നമുക്കുള്ളത് വെച്ചാൽ 6 + 1 7 ലെങ്ത് ഉള്ള ഒരു ബക്കറ്റ് ഉണ്ടാക്കും. കാരണം നമ്മൾ അത്രയും അതിലൊരു എക്സ്ട്രാ ഒന്ന് കൂടുതൽ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അറേ തുടങ്ങുന്നത് 0 മുതലാണ്. പക്ഷെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 2 3 4 5 6 7, അപ്പോൾ 7 ആണെങ്കിൽ 7 നമുക്ക് വേണം, ആ 7 കൂടി നമുക്ക് അവിടെ വേണം. നമ്മൾ 7 ലെങ്ത്തുള്ള ഒരു അറേ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ 0 മുതൽ തുടങ്ങുന്നതുകൊണ്ട് 6 വരെ ഉണ്ടാവുള്ളൂ. 8 ലെങ്ത്തുള്ള ഒരു അറേ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് 7 എന്നുള്ള ഇൻഡെക്സ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ലെങ്ത്ത് +1 ഇൻഡെക്സ് വരെയുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അത് ഓരോ ലിസ്റ്റിലും നമ്മൾ എന്ത് ചെയ്യണത്, ഓരോ ലിസ്റ്റിലും നമ്മൾ എംപ്റ്റി ലിസ്റ്റാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഓരോ ലിസ്റ്റിലും അപ്പോൾ ഇങ്ങനെ എംപ്റ്റി ലിസ്റ്റുകൾ, ഇങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എംപ്റ്റി ലിസ്റ്റ് അങ്ങനെ 7 എണ്ണം ഉണ്ടാവും. അങ്ങനെ 7 എണ്ണം എന്തുണ്ടാവും, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അതുപോലത്തെ 7 എംപ്റ്റി ലിസ്റ്റുകൾ ഫ്രീക്വൻസി എന്നുള്ള ഈ സംഭവത്തിലുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സൊല്യൂഷനിലും നമ്മൾ ചെയ്യുന്ന സെയിം സംഭവം തന്നെയാണ്. നമ്പർ, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അറേ മൊത്തം ട്രാവേഴ്സ് ചെയ്തിട്ട് അതിൽ ഓരോ നമ്പർ എടുത്തിട്ട് അത് എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്നുള്ള ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യും, നോക്കും. ആ ഫ്രീക്വൻസി നോക്കുന്നതാണ് ഈ സംഭവം. അതായത് ഈ ഒരു നമ്പർ എടുക്കും, ആ നമ്പറിൻ്റെ ആ ഒരു ഡിക്ഷണറിയിലുള്ള കീ നമ്പറായിട്ട് എടുക്കും. ആ ഒരു കീയിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടോ നോക്കും. ആ ഒരു കീ ഇപ്പോൾ 1 ആണെന്ന് വിചാരിച്ചോ, 1 ഈ ഒരു ഡിക്ഷണറിയിൽ മുന്നേ വന്നിട്ടുണ്ടോ നോക്കും. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിക്ഷണറി ഫംഗ്ഷനാണ്. ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ എത്ര പ്രാവശ്യം എന്നുള്ളതിൻ്റെ കൗണ്ട് കൊടുക്കും. ഞാൻ നമ്പർ ഇല്ലെങ്കിൽ 0 ആയിട്ട് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ 1 ആണെങ്കിൽ 1 നമുക്ക് ഫസ്റ്റ് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. ഇപ്പോൾ 1 നമ്മൾ നോക്കുമ്പോൾ 1 ഇതിലില്ല. 1 എന്നുള്ള ഈ ഒരു നമ്പർ അതിലേക്ക് ആഡ് ആവും. അപ്പോൾ 1 ഒരു ഒറ്റ പ്രാവശ്യം, അതിന് 2 വരും, 3 വരും, ആ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ 3 വരുമ്പോൾ എന്ത് ചെയ്യും, 3 ആദ്യം 1 ആഡ് ആവും, പിന്നെയും 1 ആഡ് ആവും, അങ്ങനെ ആഡായി പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ബക്കറ്റ്സിലേക്ക് ആഡ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ബക്കറ്റ്സ് ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി, അതായത് ഒരു ഡിക്ഷണറി നമ്മൾ ഉണ്ടാക്കി, ഫ്രീക്വൻസി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിക്ഷണറി നമ്മൾ ഉണ്ടാക്കി. ആ ഡിക്ഷണറി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിക്ഷണറിയത്തെ ഓരോ വാല്യൂസ് നമ്മൾ എടുത്തിട്ട് ഓരോ വാല്യൂസ്, അതായത് കൗണ്ട് എടുക്കും, അതുപോലെ നമ്പർ ഉണ്ട്. ഈ കൗണ്ടിന് അനുസൃതമായിട്ടുള്ള, ഈ കൗണ്ടിന് നേരെ ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള നമ്പർ നമ്മൾ അപ്പൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രീക്വൻസി നമ്മൾ ഓരോ ബക്കറ്റ്സ് ആയിട്ട് ഉണ്ടാക്കി. ആ ഓരോ ബക്കറ്റ്സിലും 0th ബക്കറ്റിൽ ഒന്നും ഉണ്ടാവില്ല, കാരണം 0 എലമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റത്തെ ബക്കറ്റ്, അത് ഒറ്റ നമ്പർ അപ്പിയർ ചെയ്യണത്, കാരണം ഇവിടെ നമ്മളോട് ഫ്രീക്വൻസിയാണ് എടുക്കുന്നത്, കൗണ്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൗണ്ട് വരുന്ന സാധനം, അതായത് 4 കൗണ്ട് വരുന്നതിൽ ഏത് നമ്പറാണുള്ളത് ആ നമ്പറോട് അപ്പൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വരച്ചപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻസി ആ ബക്കറ്റുകളിൽ നമ്പർ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മളെ പരിപാടി എളുപ്പമായി. പിന്നെ നമ്മൾ റിസൾട്ട് എന്നുള്ള സംഭവം എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കല്ല, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ലെങ്ത് ഓഫ് ഫ്രീക്വൻസി -1, അതായത് ഈ ഒരു മൊത്തത്തിൻ്റെ ലെങ്ത്ത് -1, 7ൽ നിന്ന് നമ്മൾ തുടങ്ങും. 7ൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് 0 എത്ര വരെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ നോക്കും ഈ ഒരു നമ്പർ ഫ്രീക്വൻസിയിലുണ്ടോ. അതായത് ഇപ്പോൾ 7 എന്നുള്ളത് എംപ്റ്റി ആണോ ഇല്ലെന്ന് നമ്മൾ നോക്കും. എംപ്റ്റി ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല. പക്ഷേ എംപ്റ്റി അല്ല, ഒരു നമ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു നമ്പർ റിസൾട്ടിൽ അപ്പൻഡ് ചെയ്യും. എന്നിട്ട് റിസൾട്ട് എത്ര പ്രാവശ്യം അപ്പൻഡ് ചെയ്യും, നമ്മൾ നേരത്തെ ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി കെ വരെ മാത്രം നമുക്ക് പോകാൻ പറ്റില്ല, കെൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കെ വരെ നമ്മൾ പോകും. കെനോട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെയ്ത് നിർത്തും, അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് C++ൻ്റെ ജാവയുടെ കോഡ് വേണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിൻ്റെ കോഡ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് അതിനനുസരിച്ച് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം.